മഹാബലി ചക്രവർത്തി ആമുഖം. മഹാബലി കരയബിരുദ് അല്ലെങ്കിൽ കാനത് പുരാണപ്രസിദ്ധനായ അസുരവംശജനായ രാജാവ്. കേരളത്തിന്റെ സ്വർണ്ണയുഗം അദ്ദേഹത്തിന്റെ ഭരണകാലമാണ് എന്ന് പറയപ്പെടുന്നു. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നും സത്യസന്ധവും സമത്വവും നീതിയും നിറഞ്ഞ രാജാവ് എന്ന പേരിൽ ജീവിക്കുന്നു. പുരാണ പശ്ചാത്തലം. മഹാബലി അസുരരാജാവായ വിരോചനന്റെ മകനും മഹാശക്തനായ പ്രഹ്ലാദന്റെ കൊച്ചുമകനുമാണ്. ബാല്യത്തിൽ തന്നെ ധാർമ്മികത, ദാനം, സ്നേഹം എന്നിവയിൽ തിളങ്ങിയവൻ. ദേവാസുര സംഘട്ടനങ്ങൾക്കിടയിൽ അദ്ദേഹം അസുര ചക്രവർത്തിയായി. സമ്പത്ത്, ശക്തി, ജനപ്രീതി എല്ലാം കൂടി വളർന്നപ്പോൾ അദ്ദേഹത്തിന്റെ യശസ് 3 ലോകങ്ങളിലേക്കും വ്യാപിച്ചു. ഭരണകാലം ലെലിവേറ്റ് ഗോൾഡൻ എറ. മഹാബലിയുടെ കാലത്ത് വ്യത്യാസമില്ലാത്ത സമത്വം ഉണ്ടായിരുന്നു. ദാരിദ്ര്യം ഇല്ല, കുറ്റകൃത്യങ്ങൾ ഇല്ല, വ്യാജം ഇല്ല, വ്യത്യാസം ഇല്ല. മാവേലിയുടെ കാലം എന്നത് സർവരും സന്ദർശനം കൊണ്ടും സന്തോഷം കൊണ്ടും ജീവിച്ചിരുന്നൊരു യുഗം. കേരളത്തിലെ ഓണം ആഘോഷം തന്നെ ആ ഭരണകാലത്തിന്റെ ഓർമ്മ ആണ്. വാമനാവതാരം എരണ്ടിനെ നെറ്റ്. മഹാബലിയുടെ വളർച്ച ദേവന്മാർക്ക് പേടിയായി. വിഷ്ണു വാമനാവതാരത്തിൽ ജനിച്ചു. ബ്രാഹ്മണ വേഷത്തിൽ വന്ന വാമനൻ മഹാബലിയിൽ നിന്ന് 3 പടി നിലം ചോദിച്ചു. 1-ാം പടി ഭൂമി മുഴുവൻ, 2-ാം പടി ആകാശം മുഴുവൻ, 3-ാം പടി മഹാബലിയുടെ തലയിൽ വെച്ചു. അതോടെ മഹാബലി പാതാളത്തിലേക്ക് അയക്കപ്പെട്ടു. ഓണത്തോടുള്ള ബന്ധം. മഹാബലി ദേവന്മാരെ പോലും കീഴടക്കിയിരുന്നെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല. ജനങ്ങളുടെ ഭക്തി കണ്ടു വിഷ്ണു അദ്ദേഹത്തിന് ഓണത്തിൻ കാലത്ത് വർഷത്തിൽ 1 ദിവസം കേരളം കാണാൻ അനുവാദം നൽകി. അതുകൊണ്ടാണ് ഓണം മാവേലി കേരളം കാണാൻ വരുന്ന തിരുനാൾ. ലേഖനോടൊപ്പം ഭൗതിക് ഫ്രഗസ് യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.